രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ വളരെ രസകരമായ ഒരു സംഭവമുണ്ട്. അതായത് രവീന്ദ്രനാഥ് ടാഗോർ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഒരിക്കലും സ്കൂൾ വിട്ടുകൊണ്ട് ഒരുപാട് കുട്ടികളോടൊപ്പം വളരെയധികം സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് ഓടി വരികയാണ് രവീന്ദ്രനാഥ് ടാഗോർ. അപ്പോൾ ടാഗോറിൻ്റെ ഈ ഒരു സന്തോഷത്തോടു കൂടി ഓടി വരുന്നത് കണ്ട് വീട്ടുകാരൊക്കെ പിന്നെ ചോദിച്ച്, എന്താ മോനെ നീ ഓടി വരുന്നത്? സമ്മാനം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓടി വരുന്നത്. അപ്പോൾ സമ്മാനം കിട്ടി, എന്തിനാ മോനെ സമ്മാനം കിട്ടിയത്? അപ്പോൾ ടാഗോർ പറഞ്ഞു, എനിക്കല്ല സത്യക്കാണെന്ന്. അതായത് തൻ്റെ കസിൻ ബ്രദർ അവനാണ് സമ്മാനം കിട്ടിയത്, എനിക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരുന്നത്. അപ്പോൾ ഇത് സാധാരണയായിട്ട് ഈ ഒരു സംഭവം നമ്മൾ പറയാറുള്ളത് അസൂയയില്ലാത്ത കുട്ടികളുടെ ആ ഒരു കഥ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ഈ ഒരു അസൂയ, വാട്ട് ഈസ് ജലസി? ഈ അസൂയ എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ ഈ ജലസി നമ്മളെ ലൈഫിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ ഒരു ജലസി കൊണ്ട് നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? എന്തെങ്കിലും നേട്ടമുണ്ടോ എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചാനൽ നമ്മൾ സൈക്കോളജി ആൻഡ് ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിലൊക്കെ പ്രത്യേകിച്ച് സൈക്കോളജിയൊക്കെ ഏറ്റവും ഡിമാൻഡുള്ള ടോപ്പിക്കാണ്. എല്ലാവരും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകളാണ് സൈക്കോളജി കോഴ്സുകളൊക്കെ. അതേപോലെ തന്നെ ലിറ്ററേച്ചറും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചാനൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വാട്ട് ഈസ് ജലസി? ഈ ജലസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നോർമലി, അതായത് ചെറിയ തരത്തിൽ ഈ ജലസി മനസ്സിലൂടെ കടന്നു പോകാത്ത ആരും ഈ ലോകത്തുണ്ടാകുകയില്ല. അപ്പോൾ ചെറിയ തരത്തിലൊക്കെ നോർമലി ഒരാൾ പെട്ടെന്ന് കാണുന്ന സമയത്ത് അയാൾക്ക് പെട്ടെന്നൊരു അസൂയ തോന്നുക, അല്ലെങ്കിൽ ഒരു ജലസി ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോവുക എന്നുള്ളത് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് തീർത്തും ഉണ്ടാവും. അത് പക്ഷേ ഇത് മനസ്സിൽ കൊണ്ടു നടന്നുകൊണ്ട് തൻ്റെ ജീവിതത്തിനെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ തൻ്റെ ചിന്തകളെ ബാധിക്കുന്ന തരത്തിൽ, തൻ്റെ സമയങ്ങളെ നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണത്. ജലസി ഈസ് എൻ ഇമോഷൻ ദാറ്റ് ക്യാൻ എഫക്റ്റ് എനി ഓഫ് അസ്. നമ്മൾ ആർക്കും നമുക്ക് ബാധിച്ചേക്കാവുന്ന ഒരു മെൻ്റൽ സ്റ്റേജ്, അല്ലെങ്കിൽ ഒരു ഇമോഷൻ, ഒരു വികാരമാണ് ഈ ഒരു ജലസി എന്ന് പറയുന്നത്. നമുക്ക് ആരുടെ മനസ്സിലൂടെയും കടന്നു പോകുന്ന ഒരു വികാരമാണ് ഈ ജലസി എന്ന് പറയുന്നത്. പിന്നെ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? കമ്പയറിങ് യുവർ സെൽഫ് ടു അതേഴ്സ്. അതായത് നിങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ നിലകൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ ഒരു ജലസി ഉണ്ടാകുന്നത്. അത് എന്തിലൊക്കെ ആവാം, ഇൻ ലവ്, റിലേഷൻഷിപ്പ്, ഹെൽത്ത് ഓർ വെൽത്ത്, ഇങ്ങനെ എന്ത് കാര്യത്തിലും, അതായത് നമ്മളെ സ്നേഹത്തിൽ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ നമ്മളെ സ്വത്തിൽ, വിദ്യാഭ്യാസത്തിൽ, ഇതിലൊക്കെ നമ്മൾ സ്റ്റേജുമായിട്ട് മറ്റുള്ളവരുടെ ആ ഒരു സ്റ്റേജിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ ഒരു ജലസി എന്നുള്ള ആ ഒരു ഇമോഷന് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇമോഷന് നമുക്ക് അധികമായിട്ട് നമ്മളെ മനസ്സിനെ ബാധിക്കുകയാണെങ്കിൽ അത് വളരെയധികം പ്രശ്നങ്ങളുണ്ടാക്കും. അതെന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. സാധാരണയായിട്ട് ഈ ഒരു ജലസി വളരെയധികം നമ്മളെ മനസ്സിനെ ബാധിച്ചുകൊണ്ട്, നമ്മുടെ ചിന്തകളെ ബാധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കത് നമ്മളെ ആങ്സൈറ്റി കൂടി നമുക്ക് വരും. അതേപോലെ നമ്മുടെ ഫിയർ ഓഫ് ലൈഫ് ഒരുപാട് നമുക്കുണ്ടാവും. അതേപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കോൺസെൻട്രേഷൻ കിട്ടാതെ വരും. നമ്മൾ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് അതിലൊന്നും തന്നെ നമുക്ക് വേണ്ട ശ്രദ്ധ കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരും. ഇതൊക്കെ ഈ ഒരു ജലസി നമ്മുടെ മനസ്സിനെ ബാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ അതേപോലെ ഈ ഒരു ജലസി നമ്മുടെ മനസ്സിനെ ബാധിക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന മറ്റു പല പ്രശ്നങ്ങളാണ് ഈ ലാക്ക് ഓഫ് ട്രസ്റ്റ്. നമുക്ക് നമ്മളെ പാർട്ട്നേഴ്സിനെ, അതേപോലെ നമ്മളെ ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ വിശ്വസിക്കാൻ പറ്റാതെ, ഒരു വിശ്വാസം നഷ്ടപ്പെടുന്ന ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ പതിയെ പോയിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഡൗട്ട് അവർ സെൽഫ്, നമ്മളെ തന്നെ സ്വയം നമുക്ക് സംശയം വരും, നമ്മളെ കഴിവുകളിൽ സംശയം വരും. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന ആ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. ഇതേപോലെ നമുക്ക് സ്വയം നമ്മളെ തന്നെ സംശയം വരികയും, അതേപോലെ തന്നെ നമ്മളെ കൂടെ നടക്കുന്നവരെയും നമുക്ക് സംശയങ്ങൾ വരികയും ചെയ്യും. ഇതൊക്കെ ഈ ജലസിയുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ ബാധിച്ചേക്കാവുന്ന പ്രശ്നങ്ങളാണ്. അതേപോലെ തന്നെ ഈ വേറൊരു പ്രശ്നമാണ് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും നമുക്ക്, അതേപോലെ ആങ്സൈറ്റി ഉണ്ടാകും നമുക്ക്. ഇതൊക്കെ നമ്മളെ ഈ അസൂയ മനസ്സിൽ കൊണ്ട് നടന്ന് നമ്മൾ തന്നെ സ്വയം വരുത്തി വെക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നത് ഈ നെഗറ്റീവ് തോട്ട്സ് തന്നെയാണ് ഇതിൻ്റെയും പിന്നിൽ. അതായത് നമ്മൾ ആ ഒരു കാര്യത്തിൽ വീണ്ടും നമ്മൾ റീതിങ്ക് ചെയ്യുന്ന സമയത്ത്, നമ്മളൊരു കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സിൻ്റെ ആ ഒരു അച്ചീവ്മെൻറ്റ്സിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ആ ഒരു സന്തോഷിക്കാതെ വീണ്ടും നമ്മളത് ചിന്തിച്ചുകൊണ്ട് എനിക്കില്ലല്ലോ എന്ന് നമ്മൾ റീതിങ്ക് ചെയ്തുകൊണ്ട് അത് നെഗറ്റീവ് തോട്ട്സായി മാറുകയും, ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് നമ്മളെ
മനസ്സിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അത് മനസ്സിൽ ഉറച്ചുകൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ ആ ഒരു സ്ഥിരമായിട്ടുള്ള ആ ഒരു ചിന്തയിലേക്ക് നമ്മളെ തള്ളിവിടുകയാണ് ചെയ്യാറുള്ളത്. ഈ ഒരു സ്റ്റേജിലൂടെ പോകുന്ന ആളുകൾക്ക് നമുക്ക് സ്വയം എങ്ങനെ ഇതിൽ നിന്നും പിന്മാറാൻ പറ്റും, ഇതിൻ്റെ ആ ഒരു സൊല്യൂഷൻ എന്താണ്, ഇതിൻ്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഈ ഒരു ജലസി, അസൂയ, ഇത് നമ്മളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടാക്കുകയും അതേപോലെ നമ്മൾക്ക് അതിൽ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുകയും അതേപോലെ നമുക്ക് ഒരു മാനസികമായിട്ട് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുന്ന സമയത്ത് അതിൻ്റെ പരിഹാരവും നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. എന്താണ് ഇതിനുള്ള പരിഹാരം എന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തേത് ഫോക്കസ് ടു ദ സെൽഫ് ലവ്. നമ്മൾ സ്വയം നമ്മളെ ഇഷ്ടപ്പെടുക, നമ്മളെ സ്വയം നമ്മൾ മനസ്സിലാക്കുക, സെൽഫ് അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ തന്നെ നമ്മളെ സ്വയം നമ്മൾ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക, നമ്മളെ കഴിവുകളെ നമ്മൾ സ്നേഹിക്കുക, നമ്മളെ എന്താണോ ആ ഒരു അവസ്ഥയെ നമ്മൾ സ്നേഹിക്കുക. അതേപോലെ തന്നെ ഫോക്കസ് ടു പ്രൊഡക്റ്റീവ് ആൻഡ് മീനിങ് ഫുൾ തോട്ട്സ്. അതായത് എപ്പോഴും നമ്മളെ ചിന്തകൾ എന്ന് പറയുന്നത് വളരെയധികം വലിയൊരു ഘടകമാണ്. ഈ ഒരു ചിന്തകളാണ് എല്ലാത്തിനെയും കാരണം. നമ്മൾ ഈ പ്രൊഡക്റ്റീവായിട്ടുള്ള ചിന്തകൾ, വളരെ ഹാപ്പി ആയിട്ടുള്ള ചിന്തകളാണ് നമുക്കുള്ളതെങ്കിൽ നമ്മളെ ലൈഫും അതേപോലെ തന്നെ ഹാപ്പി ആയിരിക്കും. നമ്മളെ ചിന്തകൾ എങ്ങനെയാണോ അതായിരിക്കും നമ്മളെ ജീവിതം. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയം തന്നെയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ കൊണ്ടു നടക്കേണ്ടത് ഫോക്കസ് ടു ദ മീനിങ് ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് തോട്ട്സ്. എപ്പോഴും നമ്മൾ അർത്ഥവത്തായ നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിൽ വെച്ചുപിടിപ്പിക്കുക. സഹോദരങ്ങളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, അതേപോലെ തന്നെ ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ തന്നെ നല്ല തരത്തിലുള്ള ചിന്തകൾ നമ്മൾ കൊണ്ടു നടക്കുക. അതേപോലെ പ്രൊഡക്റ്റീവായ ചിന്തകൾ, അതേപോലെ നമ്മുടെ കരിയറിൽ, അതേപോലെ നമ്മൾ എന്തെങ്കിലും കോഴ്സുകൾ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ജോലികളിലാണെങ്കിലൊക്കെ തന്നെ പ്രൊഡക്റ്റീവായിട്ടുള്ള എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ എനിക്ക് അച്ചീവ് ചെയ്യണം എന്ന തരത്തിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വളർത്തിയെടുക്കും. ബി ഒപ്റ്റിമിസ്റ്റ്. എപ്പോഴും നമ്മളെ ആ ഒരു ശുഭാപ്തി വിശ്വാസം കൈവിടിയാതെ മുന്നോട്ട് പോവുക. നമ്മളൊരു ജോലി ചെയ്യുകയാണെങ്കിൽ, നമ്മൾ പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു ശുഭാപ്തി വിശ്വാസം നമ്മൾ എപ്പോഴും കൊണ്ടു നടക്കണം. എൻ്റെ ജീവിതം വളരെ ഹാപ്പി ആകും, ഞാനിത് ചെയ്താൽ എനിക്കത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസം എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുക. പിന്നെ അടുത്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത് സ്റ്റേ പോസിറ്റീവ്. എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ കാണുക. എന്ത് കാര്യങ്ങളെയും അതിൽ നല്ല ഒരു നന്മ നമ്മൾ കണ്ടെത്തുക, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് മാത്രം കാര്യങ്ങളെ കാണുക, അതിനോടൊപ്പം നമ്മൾ സഞ്ചരിക്കുകയും ചെയ്യുക. ഇത് വലിയൊരു ഘടകം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കിയെടുക്കാൻ കൂടി പറ്റിയ ഒരു പോയിൻ്റാണിത്. ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നമുക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുകയാണെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു തെറാപ്പിസ്റ്റിനെ കാണുക എന്നുള്ളതാണ്. നമുക്ക് പറ്റിയ പല ചികിത്സകളും നമുക്ക് അവൈലബിൾ ആണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് CBT, അതായത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. ഈ ഒരു തെറാപ്പി ചെയ്യുന്നതോടുകൂടി നമുക്ക് വളരെയധികം മാറ്റങ്ങൾ നമ്മളെ ആ ഒരു ചിന്തകൾ നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.